ജമ്മു ഖസറിന്റെ മസ്അലയാണ് പറയുന്നത്, നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് നിസ്കാരത്തിന്റെ പവിത്രതയും പ്രാധാന്യവുമാണ്. കാരണം ജമ്മു ഖസർ എന്നത് ഇസ്ലാം കാര്യങ്ങളിൽ നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളതിനൊന്നുമില്ല. നോമ്പിന് ജമ്മില്ലല്ലോ. റമളാന്റെ നോമ്പ് നമ്മൾ വേറെ സമയത്തേക്ക് പിന്തിച്ച് ജമ്മാക്കുക, അല്ലെങ്കിൽ റമളാൻ വരുന്നതിന്റെ മുമ്പ് മുന്തിച്ച് ജമ്മാക്കുക, അങ്ങനെയൊന്നുമില്ലല്ലോ. നോമ്പില് കസറുമില്ല. കസറുണ്ടോ? മഗ്‌രിബ് വരെയുള്ള നോമ്പ് ഉച്ചവരാക്കുക, അങ്ങനെയില്ല. ഹജ്ജിലും ഇല്ല, സക്കാത്തിലും ഇല്ല. എന്താണ് അത് അർത്ഥമാക്കുന്നത്? നിസ്കാരം കൊണ്ട് കളിക്കരുത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. എനിക്ക് സമയത്ത് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഇല്ല, അതിനാണ് ജമ്മാക്കാനുള്ള അവസരം തന്നെ. കസറുണ്ട്, ജമ്മും കസറും രണ്ടാണ് കേട്ടോ. കസർ എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ളതിനെ 2 റക്അത്താക്കുക, അതിനാണ് കസർ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ ചുരുക്കുക എന്നാണല്ലോ. 4 റക്അത്തുള്ള നിസ്കാരത്തിനെ 2 റക്അത്താക്കുക, അതിനാണ് കസർ എന്ന് പറയുന്നത്. ജമ്മ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഒരുമിച്ച് കൂട്ടുക എന്നാണ്. അപ്പോ ഒരു വഖത്തിൽ 2 നിസ്കാരവും കൂടി സംഘടിപ്പിക്കുക, അതിനാണ് ജമ്മ് എന്ന് പറയുന്നത്. അത് മുന്തിച്ചിട്ടുണ്ട്, പിന്തിച്ചിട്ടുണ്ട്. തഖദീമിന്റെ ജമ്മുണ്ട്, തഖീറിന്റെ ജമ്മുണ്ട്. എന്ന് പറഞ്ഞാൽ തഖദീമിന്റെ ജമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? ളുഹുർ നിസ്കരിക്കുമ്പോൾ തന്നെ അസ്ർ ളുഹുറിന്റെ സമയത്തേക്ക് മുന്തിച്ച് ജമ്മാക്കുക. അതിന് നിബന്ധനകൾ ഉണ്ടായി പിന്നെ പറയാം. പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറഞ്ഞാലോ, ളുഹുറിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഈ നിസ്കാരത്തെ അസറിന്റെ വക്തിലേക്ക് പിന്തിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി അസർ നിസ്കരിക്കുമ്പോൾ ളുഹുറും കൂടി നിസ്കരിക്കുക, അതിനാണ് പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയാം. അതിന് മഗ്‌രിബ് ഇശാഇ അതുപോലാണ്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഈ ജമ്മ് കസർ അതിന് ചില നിബന്ധനകളുണ്ട്. ആദ്യം കസറിന്റെ നിബന്ധനകൾ ഞാൻ പറയാം, ബാക്കി നാളെ ജമ്മും പറയാം. ഒരുപാട് സഹോദരിമാരെ വിഷയത്തിൽ സംശയമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ക്ലാസ് കേൾക്കുന്ന സഹോദരിമാർ ഈ മഹലിലൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി പറയാണ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കണം. 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യം അനുവദനീയമായത്. അറബിയിൽ അതിന് 2 മർഹല എന്ന് പറയും. ഒരു മർഹല എന്ന് പറഞ്ഞാൽ 66 കിലോമീറ്റർ ഒരു മർഹല. അപ്പൊ 2 മർഹല അല്ല, ഇനി കിതാബിലുള്ളല്ലോ, നിങ്ങളെല്ലാം പറയണ്ടേ. ഒരു മർഹല എന്ന് പറഞ്ഞാൽ 66 കിലോമീറ്റർ ആണ്. അപ്പൊ 2 മർഹല 132. 3 മർഹല ആകുമ്പോ എത്രയായി? അല്ല, കുറച്ച് പണി കൊണ്ടാട്ടെ. 196 ഉണ്ടാവില്ല. അതുമല്ല, അങ്ങനെ അറിയാത്തോണ്ട് ചോദിച്ചതല്ല. 3 മർഹലയാണെങ്കിൽ കസർ ആക്കലാണ് ശ്രേഷ്ഠത. അതാർക്കും അറിയില്ല, പല ആളുകൾക്കും അറിയില്ല. ജമ്മല്ല, കസർ. ഞാനിപ്പോ ഇവിടുന്ന് കണ്ണൂർക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടുന്ന് ളുഹ്ർ അല്ലെങ്കിൽ അസർ അല്ലെങ്കിൽ ഇശ ഇത് 2 റക്അത്ത് നിസ്കരിക്കാനാണ് കൂടുതൽ കൂലിയുന്നത്. നാളെ എന്റെ കൂടെ നിസ്കരിക്കുമ്പോ ഒരാളുണ്ടായിരുന്നു, അറിയുന്ന ആൾ തന്നെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഏതായാലും നമുക്ക് ഒഴിവുണ്ടല്ലോ, 4 നിസ്കരിക്കാറ്. ഞാൻ പറഞ്ഞു, ഞാൻ 2 നിസ്കരിക്കണുള്ളൂ. ഏതായാലും ഒഴിവുണ്ടല്ലോ, അതുകൊണ്ട് 4 നിസ്കരിക്കാറ്. ഞാൻ പറഞ്ഞു, 100 എത്രയായിരുന്നു? 198 98 198 കിലോമീറ്റർ ഉണ്ടെങ്കിൽ കസ്റാക്കലാണ് ശ്രേഷ്ഠത. അപ്പൊ അങ്ങനെ നിസ്കരിച്ചാൽ കൂടുതൽ കൂലിയാണ് കിട്ടുക, ജമ്മാക്കലല്ല. ജമ്മ സമയത്തും അനുവദനീയാണെങ്കിലും ഒഴിവാക്കലാണ് നല്ലത്. അവിടെ തന്നെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നിസ്കാരം ഖളാവാതിരിക്കാൻ ഞാൻ നിങ്ങളോട് ഒരു സ്വകാര്യ മസല പറയാം. ഇത് പരസ്യാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ജമ്മാക്ക എന്ന് പറഞ്ഞാല് യാത്ര അല്ലാത്ത ചില സമയത്തും പറ്റും. ഉദാഹരണം, ളുഹറിന് ഭയങ്കര മഴയെന്ന് കിട്ടും, എന്നാ അസറും കൂടി ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കാം. നല്ല മഴയാണ്. അപ്പൊ പിന്നെ ഇനി അസർക്ക് വേറെ ഒന്നും വരാൻ കഴിയില്ല. പിന്തിച്ചല്ല, മുന്തിച്ചിട്ട്. മറ്റേ നമ്മളാണ്ട് കിടന്നുറങ്ങും. ആ മഴക്ക് മാറിയിട്ട് നമുക്ക് അസറ കഴിഞ്ഞ് നിസ്കരിക്കാനുള്ള ഒറ്റ ഉറക്കാണ്.
അപ്പൊ നല്ല മഴയാണെങ്കിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം. പിന്നെ ജമ്മിന് വേറെ ആനുകൂല്യമുണ്ട്. ഒരഭിപ്രായത്തിൽ ഏത് യാത്രയിലും പറ്റും 132 ആയിക്കൊള്ളണമെന്നില്ലാന്ന. ഇതൊന്നും ഞാൻ പറയുന്നത് ഒരു കൊമാളിയാക്കാൻ വേണ്ടിയിട്ടല്ല, മസാലയിൽ ചർച്ചയിൽ അങ്ങനെ ഉണ്ട്. ഇതിന്റെ മഹത്വം കളഞ്ഞുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യരുത്. കുടുങ്ങിയ സമയത്തൊക്കെ പറ്റുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അങ്ങനെ അമ്മാക്കിയിട്ടുള്ളൂ. വണ്ടി ബ്ലോക്കിലാണ്ട് വിട്ട് 132 കിലോമീറ്ററും ഇല്ല, പിന്നെ ജമ്മാക്കല്ലാന്ന് ഓർത്തില്ല. അല്ല, നമ്മളിതിങ്ങനെ അറിഞ്ഞാണ്ട് നമ്മൾ അമ്മായിക്കാക്കാന്റെ പെരയിലൊന്ന് പോയി അപ്പോഴൊക്കെ ജമ്മാക്കാൻ പറ്റൂല. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, നമ്മളെ വീടുകളിലൊക്കെ ക്യാൻസർ രോഗികള് അല്ലെങ്കിൽ സ്ട്രോക്ക് ബാധിച്ചവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നിസ്കാരം നിർബന്ധമാണ്, നമ്മൾ നിസ്കരിപ്പിക്കണമല്ലോ. അവർക്കും ജമ്മാക്കുവാണെങ്കിൽ ഇത് ക്യാൻസർ പിടിച്ചിട്ട് ഒതുക്കാനും നിസ്കരിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. ളുഹറിൽ തന്നെ പറയാം, അസ്റും കൂടി നിസ്കരിക്കാൻ വേണ്ടി പറയാം. എന്നാ അവർക്കൊരു എളുപ്പമാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടാവും, വിദ്യാർത്ഥികൾ. അവര് ഹാളിക്കാണ്ട് പോയാൽ നിസ്കരിക്കാനൊട്ട് സമ്മതിക്കില്ല. വക്കത്ത് തെറ്റാതെ പരീക്ഷ കഴിയില്ലെങ്കിൽ കേറുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ വക്തിൽ മറ്റൊന്നും കൂടി ജമ്മാക്കി നിസ്കരിച്ച് കയറാം. ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഖള ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇനി കസ്റ ജമ്മ എന്താന്ന് പറഞ്ഞിട്ട് അതിന്റെ ചില ആനുകൂല്യങ്ങളും എവിടൊക്കെ എപ്പോഴൊക്കെ ജമ്മാക്കാം എന്ന് വേണമെങ്കിൽ അതും കൂടി അറിയിച്ചാണ്. കസറാക്കണതിനുള്ള നിബന്ധനകൾ ആദ്യം പറയാം. 132 കിലോമീറ്റർ വുജൂബോ സുന്നത്തോ ഹലാലോ ആയ യാത്ര ആയിരിക്കണം. അതാണ്. ഒന്നുകിൽ വുജൂബായ യാത്ര, ഹജ്ജ് ചെയ്യാൻ പോണ്, വുജൂബ ഹജ്ജ് ചെയ്യാൻ പോണെങ്കിൽ പറ്റും. സുന്നത്തായ ഉംറ അല്ലെങ്കിൽ സിയാറത്ത് ഇത്യാദി കാര്യങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ ഹലാല യാത്ര, ഒരു ആയാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആണ് പോണ്. കുറെ പച്ചപ്പും മറ്റൊക്കെ ഉണ്ടാക്കി കണ്ടാൽ മനസ്സിന് സമാധാനം ഉണ്ടാവുന്ന വെച്ച് പോണ്. വുജൂബും സുന്നത്തൊന്നുമല്ല, അതിനും ജമ്മാക്കാം. ആരോടും ഉണ്ടണ്ട. കറാഹത്തായ യാത്രയാണെങ്കിലും ജമ്മാക്കാം. ഹറാമായ യാത്രയിൽ ജമ്മാക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാല് സിനിമ കാണാൻ പോവാണ്, ജമ്മാക്കാൻ പറ്റൂല. അല്ലെങ്കിൽ പലിശ കൊടുക്കാൻ വേണ്ടി പോകണം, അപ്പം പലിശന്റെ ഇടപാടുകാരനാണ്. അപ്പൊ ഒരാൾക്ക് താൽശ്ശേരി കുറച്ച് പൈസ കൊടുക്കാണ്ട്, അതിന് പോവാണ്, ജമ്മാക്കാൻ പറ്റൂല. അല്ലെങ്കിൽ അടി ഉണ്ടാക്കാൻ പോവാണ്, മറ്റാളെ ചാമ്പാൻ പോവാണ്, ജമ്മാക്കാൻ പറ്റൂല. ഹലാലായ യാത്രയിൽ മാത്രമേ ജമ്മാക്കാൻ പറ്റുള്ളൂ. 132 കിലോമീറ്റർ വേണം. ജമ്മു കസ്റും 132 കിലോമീറ്റർ വേണം. ഹലാലായ യാത്രയായിരിക്കണം. ഇനി കസറിനുള്ള നിബന്ധന കേട്ടോളൂ. കസറായി നിസ്കരിക്കുന്നവൻ വളരെ ശ്രദ്ധിക്കണേ. കസറായി ഇതൊക്കെ പലപ്പോഴും അബദ്ധം വരവുണ്ട്. കസറായി നിസ്കരിക്കുന്നവൻ പൂർത്തിയായി നിസ്കരിക്കുന്നവനെ തുടരാൻ പാടില്ല. നമ്മള് യാത്ര പോകണം. അപ്പൊ നമ്മള് പോണത് കണ്ണൂർക്കാണ്. ചേളാരിയിലെ ഒരു പള്ളിയില് ളുഹ്ർ നിസ്കരിക്കാൻ കഴിയും. അപ്പൊ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കസറിനെ നിയ്യത്ത് വെച്ചിട്ട് പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ആളെ തുടരാ. എന്നിട്ട് നമ്മള് 2 റക്അത്ത് നിസ്കരിച്ച് സലാം പറ്റുക? പറ്റൂല. മനസ്സിലാണില്ലേ? കുറെ വരുമ്പോ മനസ്സിലാകണില്ലേ? തിരിച്ചു പറ്റും. എന്നാ അതെന്താന്ന് നിങ്ങൾ കണ്ടു പറയും. നാളെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ തന്നെ കസറാക്കി നിസ്കരിക്കുന്നവനെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവന് തുടരാം. പൂർത്തിയാക്കി നിസ്കരിക്കുന്നവന് കസറാക്കി നിസ്കരിക്കുന്നവന് തുടരാൻ പറ്റൂല. കസറാക്കി നിസ്കരിക്കുന്നവനെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവന് തുടരാം. പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനെ കസറാക്കി നിസ്കരിക്കുന്നവന് തുടരാൻ പറ്റൂല. ഉദാഹരണം, ഞാൻ ഇപ്പൊ 2 റക്അത്ത് കസറാക്കി നിസ്കരിക്കാണ്. അപ്പൊ അവിടെ ജമാഅത്തിനെ പറ്റി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. എനിക്ക് അവരോട് പറഞ്ഞാൽ മതി, ഞാൻ 2 റക്അത്താണ് നിസ്കരിക്കുന്നത്. വരുമ്പോത്തിന് അവരാണ്ട് മാറൂട്ടോ, കാരണം അവർക്കിത് അറിയില്ല. അപ്പൊ പറയാം, മാറണ്ട, വേദാറണ്ട, ഞാൻ സലാം വിട്ട് ഞങ്ങൾ വാക്കി നിസ്കരിച്ചാൽ മതി എന്ന് പറയാം. തിരിച്ചു വച്ചൂല എന്ന് മാത്രം. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഖളാ ആയ നിസ്കാരം ജമ്മും കസറാക്കാൻ പറ്റുമെന്ന്. അങ്ങനെയുണ്ടല്ലോ, ഖളാ ആയ നിസ്കാരം ജമ്മും കസറാക്കാൻ പറ്റും. പക്ഷെ യാത്രയിൽ ഖളാ ആയത് യാത്രയിൽ തന്നെ ജമ്മും കസറാക്കാൻ പറ്റുള്ളൂ. നാട്ടിൽ വന്നിട്ട് പറ്റൂല. യാത്രയിൽ ഖളാ ആയ നിസ്കാരം യാത്രയിൽ തന്നെ ജമ്മും കസറാക്കണം, നാട്ടിൽ പോയിട്ട് പറ്റൂല. അല്ലെങ്കിൽ മറ്റൊരു യാത്രയിലായാലും മതി. ഒരു യാത്രയിൽ ഖളാ ആയി,
അത് തിരിച്ച് നാട്ടിൽ വന്നിട്ട് വേറെ യാത്ര പോകുമ്പോ അതിൽ ജമ്മു കസറാക്ക നാട്ടിൽ വന്നിട്ട് പറ്റൂല. ജുമുഅ ഏതായാലും കസറ ചെല്ലേ, കാരണം ജുമുഅന് എത്ര എക്കാത്തുള്ളൂ? അതിനിപ്പോ കസറാക്കാൻ പറ്റുമോ? അതിന് കുസറ് എന്നാ പറയാ. പക്ഷെ ജമ്മാക്കാൻ പറ്റും. ജുമുഅ അങ്ങോട്ട് ജമ്മാക്കാൻ പറ്റൂല, ജുമുഅയിലേക്ക് അങ്ങോട്ട് ജമ്മാക്കാൻ പറ്റും. ഇപ്പൊ യാത്രക്കാരനാണ്, നമ്മള് കോഴിക്കോട് വെച്ചിട്ട് ജുമുഅയിൽ പങ്കെടുക്കണം, പോണത് ബാംഗ്ലൂർക്കാണ്, അല്ലെങ്കിൽ വയനാട്ടിലാണ്, അല്ലെങ്കിൽ കണ്ണൂർക്കാണ്. അപ്പൊ നമ്മൾ ജുമുഅ നിസ്കരിക്കുമ്പോ നിയ്യത്ത് വെക്കാം, ജുമുഅയോട് കൂടി അസറിനെ ജുമുഅയിലേക്ക് മുന്തിച്ച് ജമ്മാക്കാൻ ഞാൻ കരുതിയിരുന്നു. അതപ്പം മുന്തിച്ച് ജമ്മാക്കി നിസ്കരിക്കുമ്പോ ആദ്യത്തെ നിയ്യത്തിൽ തന്നെ രണ്ടാമത്തതും കൂടി വെക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ആ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് വെക്കൽ നിർബന്ധമാണ്. കഴിഞ്ഞതിന് ശേഷം വെച്ചാൽ പറ്റില്ല. മുന്തിച്ച് ജമ്മാക്കുമ്പോ പിന്തിക്കുമ്പോ ആ നിബന്ധന ഇല്ല. മനസ്സിലായില്ല? മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്. പുറത്തം വിട്ടോ മസാല കൊറേ ആണ്ട് പറയുമ്പോ പുറത്തം വിടും. ആദ്യം പറഞ്ഞോ മനസ്സിലാവില്ല, അതാണ്. ഇവിടെ നിർത്തുക, ബാക്കി നാളെ പറയല്ലേ. അതുകൂടെ ജുമുഅ നിസ്കാരം പിന്തിച്ച് ജമ്മാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, ജുമുഅ 40 ആളുണ്ട് എന്ന് കരുതി നമ്മക്ക് കൂടി അസർ സമയത്ത് പിന്തിച്ച് ജമ്മാക്കാന്ന് പറയാൻ പറ്റൂല. ജുമുഅന്റെ കൂടെ അസറിനെ മുന്തിച്ച് ജമ്മാക്കാം. അപ്പൊ ജുമുഅ നിസ്കരിക്കുന്ന സമയത്ത് യാത്രക്കാരാണെങ്കിൽ ആ പള്ളിയിൽ ഇമാമ് സലാം വീട്ടിയ ഉടനെ അസറും കൂടി നിസ്കരിക്കാം. പക്ഷെ ജുമുഅന്റെ നിയ്യത്തിൽ എന്ത് വെക്കണം? അസറും കൂടി മുന്തിച്ച് ജമ്മാക്കണം, നിയ്യത്ത് വെക്കണം, അല്ലെങ്കിൽ സലാം വീട്ടിന് ഇടയിൽ വെക്കണം. അത് നിബന്ധനയാണ് മുന്തിച്ച് ജമ്മാക്കുമ്പോ. അപ്പൊ ജമ്മു കസറിന്റെ മസലയില് ഞാൻ ആദ്യം 132 കിലോമീറ്റർ ഹലാലായ യാത്രയായിരിക്കണം. കസറാക്കി നിസ്കരിക്കുന്നവന്, പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനെ തുടരാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് നാട്ടിലെത്താൻ പാടില്ല. അവന്റെ നാട്ടിൽ എത്തിയിട്ട് നിസ്കരിക്കാൻ പറ്റൂല. പിന്നെ ഒരു ഉദ്ദിഷ്ട സ്ഥലം വേണം. കിലോമീറ്റർ ഉണ്ടായ പോലെ. അപ്പൊ നമ്മളൊരു കള്ളനെ ഓടിക്കണം, ഓനെ പിടിക്കാണ്ട് ഒരുപാടാണ്ട് ഓടി നോക്കുമ്പോ 132 കിലോമീറ്റർ അയക്കണം, പറ്റൂല. ഇറങ്ങണ സമയത്ത് ലക്ഷ്യം ഉണ്ടാവും. യാത്ര ചെയ്ത് അവസാനം കിലോമീറ്റർ ഒപ്പിച്ച് നിസ്കരിക്കാൻ പറ്റൂല. ഞമ്മക്കൊരാൾ പൈസ 2 ഓം മുങ്ങിക്കണ്, അപ്പൊ ഇവിടെ ചേളാരി ഉണ്ടാവുന്ന വെച്ചിട്ട് അവിടെ പോയൊക്കെ അവിടെ ഇല്ല, അതിന് കോഴിക്കോട് പോയൊക്കെ അവിടെ ഇല്ല, പിന്നെ വയനാട്ടിൽ കയറിയിട്ട് അവിടെ നിന്നാണ് പിടിച്ചത്. അപ്പൊ ഒരാൾ പറഞ്ഞാ നമ്മള് പിടിച്ചോ നന്നായി 132 കിലോമീറ്റർ ആയി ചെയ്തിരിക്കണ്, ഇനി ജമ്മു കസറൊന്നും പറ്റൂല. ഇറങ്ങണമെത്ത് ലക്ഷ്യസ്ഥാനം ഉണ്ടായി. ഇതൊക്കെ കസറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നതിനോട് കൂടെ കസറാക്കുന്നവൻ അതിനെക്കുറിച്ച് അറിവുള്ള ആളായിരിക്കണം, അല്ലാത്തവർക്ക് കസറാക്കാൻ പറ്റൂല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജമ്മാക്കുന്ന സമയത്ത് ജമ്മു കസർ നാളെ നമുക്ക് വിശദീകരിക്കാൻ നിബന്ധന ഉണ്ട്. വേണ്ട, ഇവിടെ നിന്നോട്ടെ, എല്ലാം കൂടി പറഞ്ഞാൽ കുറെ നമുക്ക് എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ഇൻഷാ അല്ലാഹ്, ബാക്കി പിന്നെ നമുക്ക് പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് തുടങ്ങിയത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകാനാണ്. നിസ്കാരം അത്രയും ഗൗരവമാണ്. ഞാനൊരു ഹദീസ് വളരെ സ്നേഹനിധികളായ യുവാക്കളോട് പറയാണ്. ഈ ഹദീസ് നോട്ട് ചെയ്തോളി. ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. മൻ തറക്ക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറ. ഈ ഹദീസ് പ്രസംഗത്തിൽ ഉദ്ധരിച്ചതിന്റെ പേരിൽ ഇപ്പോഴും എന്നെ കണ്ടാ മുണ്ടാത്ത ആളുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചതിന്റെ പേരിൽ. കാരണം അയാൾ നിസ്കരിക്കലില്ല, ഭയങ്കര ആത്മീയ ജീവിയാണ്. അങ്ങനല്ലേ? അങ്ങനെ കുറച്ച് ഔലിയാക്കളുണ്ടല്ലോ നിസ്കരിക്കാത്തവരെ. ഭയങ്കര ആത്മീയ ജീവിയാണ്. ഓന്റെ മോന്തായത്ത് പോയിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ച് എന്റെ കൂടെയുള്ള ശൈത്താനാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ശൈത്താനെ സേവിച്ചാലും കാണിക്കാൻ പറ്റുന്ന, അതൊന്നും വെച്ചാൽ ആരും പേടിപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ ശൈത്താനെ സേവിച്ചാലും പറ്റും. അത്ഭുതങ്ങൾ ഒരു വിഷയമല്ല, അത് മജീഷ്യനും പറ്റും. അത്ഭുതങ്ങളാണോ മഹത്വത്തിന്റെ മാനദണ്ഡം? അപ്പൊ ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ച് ഇപ്പോഴും എന്നെ കണ്ടാലേ നോക്കൂല. ഓന് പോയി എന്നല്ലാതെ ഞാൻ റസൂലുള്ളാഹിന്റെ ഹദീസെല്ലാം ഉദ്ധരിച്ച് എനിക്കെന്താ എന്നാ കേട്ടോളൂ. മൻ തറക്ക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ ജിഹാറ. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു, മൻ ഏതൊരുത്തനാണ് തറക്ക, അവൻ തിരസ്കരിച്ചാൽ, അസ്സലാത്ത നിസ്കാരം തിരസ്കരിച്ചാൽ, മുതഅമ്മിദൻ മനഃപൂർവ്വം, ഇനിയുള്ളത് ഗൗരവമാണ്, ഫഖദ് കഫറ. നെഹവില് ഒരു നിയമമുണ്ട്, മാദിയിൽ കത് ചേർന്നാൽ ഉറപ്പാണെന്ന് അർത്ഥം വെക്കണമെന്ന. കഫറ എന്നുള്ള മാദിയാഫിയ, അതിൽ കത് ചേർന്നു, ഫഖദ് കഫറ, ഉറപ്പാണ് കാഫിറായി. ജിഹാറ, പരസ്യ കാഫിറാണ് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഇമാമിയങ്ങൾ ചർച്ച ചെയ്തു. കുശാഗ്ര ബുദ്ധിയുള്ള ഇമാമുന് ഷാഫി പറഞ്ഞു റളിയല്ലാഹു അൻഹു, നിസ്കാരം ഒഴിവാക്കിയാൽ കാഫിർ എന്ന് പറയണ്ട, ഇൻസൾട്ട് ആക്കി ഒഴിവാക്കിയാൽ കാഫിറാവെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു.
അതിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. എന്നാൽ വേറെ ചില ഇമാമിങ്ങൾ പറഞ്ഞു, അങ്ങനെ ഉജൂബ് നിഷേധിച്ചിട്ട് തരം താഴ്ത്തൊന്നും വേണ്ട, നിസ്കരിക്കാൻ ഞാൻ തന്നെ കാഫറാണ്. ഇതേ അഭിപ്രായം സ്വഹാബാക്കളിൽ പ്രമുഖരായ പലർക്കുണ്ട്. അങ്ങനെ വന്നാൽ എന്തായി? നമ്മളെ വീട്ടിൽ നമ്മളെ മക്കള് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായിട്ട് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ, നമ്മൾ ഓൾക്ക് പേരിട്ടത് അബൂബക്കർ, അബ്ദുൽ ജലീൽ, ശംസുദ്ദീൻ ആയിരിക്കും. മാഷറിൽ വിളിക്കൽ അയ്യപ്പൻ പറങ്കോടൻ അണ്ടെന്നാണ് കാരണം. നമ്മൾ അബ്ദുല്ലാജിന്റെ മോനെ അയ്യപ്പൻ ഉണ്ടല്ലോ, എന്നിട്ട് വരട്ടെ ബസളാം ഒരിക്കലും പോണം. ഇവിടുന്ന് പേരിട്ടത് ശംസുദ്ദീൻ, മാഷറിൽ വിളിക്കുന്ന രാമൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മക്കൾ നിസ്കരിക്കുന്നോ എന്ന് മാതാപിതാക്കൾ ഗൗരവത്തിൽ വിലയിരുത്തണം. 10 വയസ്സായാൽ കുട്ടിനെ അടിക്കാൻ ആദ്യം പറഞ്ഞത് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിൽ അടിച്ചോളി എന്ന് പറഞ്ഞിട്ടില്ല, നിസ്കരിക്കാത്തതിന്റെ പേരിൽ അടിച്ചോളി എന്ന മുത്തനബി പറഞ്ഞു. ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിൽ, പാഠം പഠിക്കാത്തതിന്റെ പേരിൽ അടിച്ചോളി എന്നല്ല പറഞ്ഞത്. നമ്മള് പാഠം പഠിക്കാത്തതിന്റെ പേരിൽ തല്ല് 4-ാം വയസ്സ് തുടങ്ങും. എന്താ അടിയാണ് ചിലരൊക്കെ മക്കൾ അടിക്കണമെന്നോ, വരിയില് വാപ്പിമ്മി. അതിന് പരീക്ഷ അല്ലടാ. എന്നോട് നാളെ ഒരു കുട്ടി പറഞ്ഞു, ഉസ്താദിന്റെ പുറം കണ്ടു നോക്കുമ്പോ ഒന്നായിട്ട് അടയാളം, ബാപ്പ ബെൽറ്റൂരി അടിച്ചാണെന്നാണ്, ഫിസിക്സ് പഠിക്കായിട്ട്. ഈ കുട്ടിയൊക്കെ ആണെങ്കിൽ വാപ്പാനെ വാവില് തട്ടുക. അങ്ങനെ ഉണ്ടാകുക. ഹിറ്റ്ലറാകാൻ കാരണം എന്താ? അച്ഛനാണ്. അച്ഛന്റെ പണി ജൂതന്മാരെ കൊന്നൊടുക്കലായിരുന്നു. അച്ഛനെ നല്ലോണം അടിക്കും ഈ കുട്ടിനെ. അച്ഛൻ ജൂതനായിരുന്നു, ഭയങ്കര പേർലാണ്. അപ്പൊ ചെറുപ്പത്തിൽ ഈ കുട്ടിക്ക് അച്ഛനോട് പക വന്നു. അതാണ് പിന്നെ ജൂതന്മാരോട് തീർത്തതെന്നാണ് സൈക്കോളജിസ്റ്റ് എഴുതി വെച്ചത്. അച്ഛൻ അപ്പോക്കിന് തട്ടിപ്പോയിക്കണ്. കുട്ടിക്ക് മേനുണ്ടായപ്പോഴേക്കും അച്ഛൻ പോയിക്കണ്. ഞാൻ ഇനി പക വിട്ടാന് അച്ഛൻ ഏത് വർഗത്തിൽ പെട്ടാണോ അവരെ ചാമ്പ് തന്നെ എത്ര ജൂതന്മാരെ കൊന്നടക്കിയത്. അവിടെ കുട്ടികളെങ്ങനെ അടിച്ചിട്ടല്ല പഠിപ്പിക്കേണ്ടത്, മെരുക്കിയിട്ടാണ് പഠിപ്പിക്കേണ്ടത്. എന്നാ അടിക്കാൻ അനുവാദം നൽകി അള്ളാന്റെ റസൂൽ റഹ്മത്തുൽ ആലമീൻ അനുവാദം നൽകി. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ചോളി എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ്. അപ്പൊ അത്ര ഗൗരവമാണ്. നമുക്ക് തീരെ ഗൗരവല്ല. നിസ്കാരം ഗൗരവമില്ലാത്തൊരു ഖൗമിനെ അള്ളാഹു പല നിലയിൽ അദാബിലാക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ എന്റെ ഉമ്മ ചോറ് തരൂല. എനിക്ക് നിസ്കാരത്തിന് ചൂട് തലയിൽ കയറിയതിന്റെ ഞാൻ ഇൽമു പഠിക്കാൻ പോയതിന്റെ ശേഷമല്ല, മദ്രസ പഠിക്കുമ്പോഴാണ്. ഉമ്മ ചോറ് തരൂല നിസ്കരിച്ചില്ലെങ്കിൽ. സ്കൂൾ വിട്ടാൽ കളിക്കാൻ പോകും. അപ്പൊ അസർ നിസ്കരിച്ചോ നോക്കും. ഇല്ലാന്ന് പറയണെങ്കിൽ ചായ ഇല്ല, കടിയില്ല. നമ്മളെ തെങ്ങിന്റെ അതുണ്ടല്ലോ, എന്താ അതിന്റെ പേര്, അടുത്തന്നെ അടിക്കുക. അങ്ങനെയാണ് നമ്മളെ തലയ്ക്കൊക്കെ നിസ്കാരത്തിന്റെ ചൂട് കയറിയത്. എന്റെ അമ്മ ക്യാൻസർ പിടിച്ചിട്ട് തിരിയാനും മറിയാനും അനങ്ങാതെ കിടന്നിരുന്നു. ക്യാൻസർ പിടിച്ചിട്ട് 3 മാസം ഉമ്മാന്റെ അടുത്ത് തന്നെ ആയിരുന്നു ഞാൻ. വഫാത്താകുന്ന അന്ന് വരെ ഫർള് മാത്രമല്ല തഹജ്ജുദും നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഫാത്താകുന്ന സമയത്ത് ചിരിച്ചിട്ട് കലിമല്ലിട്ടാണ് കയ്യിൽ നിന്ന് പോയത്. നിസ്കാരത്തിന്റെ പവറാണ്. നമ്മൾ ചില ആളുകൾ രോഗം വന്നാൽ നിസ്കാരമില്ല, കല്യാണത്തിന് നിസ്കാരമില്ല, യാത്രയിൽ നിസ്കാരമില്ല. ഇവരൊന്നും അള്ളാഹു തആല മഹ്ശറിൽ വെറുതെ വിടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഗൗരവം തലയിൽ കയറിയിട്ട് നിസ്കാരത്തിൽ കാർക്കശമുള്ള വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് നിസ്കാരത്തിൽ ഗൗരവമുള്ള ആളായിരുന്നു. ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അവര് വഫാത്തായ ദിവസമാണോ ഇന്നലെ അവര് വഫാത്തായ ദിവസമാണ്. അല്ലാഹു തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ കൂടെ ഹൈദർ അലി ശിഹാബ് തങ്ങളെ കൂടെ മറ്റ് ഞാൻ ഒരുപാട് യാത്ര ചെയ്താണ്. പ്രത്യേകിച്ച് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കൂടെ പല ദ്വീപുകളിലും പല രാഷ്ട്രങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങള്. അല്ല, ഞാൻ അവരെ കുറിച്ച് പറഞ്ഞപ്പോ ഹൈദർ തങ്ങൾ ഓർത്തതാണ്, വേറൊന്നുമല്ല. ചർച്ച മല്ലിശാബദങ്ങളിന് നിസ്കാരത്തിന്റെ ചൂട് പറഞ്ഞപ്പോഴേ അവരെ തിരക്കിയാൻ പറഞ്ഞ. അപ്പൊ ഹൈദർ അലി ശാബദങ്ങളെ കൂടെയുള്ള അനുഭവം പറയാ. എത്ര ക്ഷീണിതനാണെങ്കിലും തഹജ്ജുദ് ഒഴിവാക്കില്ല. ഞാൻ ഒരുപാട് ദിവസം റൂമിൽ കൂടിയിട്ടുണ്ട്. ദ്വീപുകളിൽ ഒരുപാട് സ്ഥലത്ത് ഞാനും തങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ ക്ഷീണത്തിന്റെ ഊക്കൊണ്ട് ഉറങ്ങിപ്പെട്ടാലും തങ്ങൾ എണീച്ചിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ടാവും തഹജ്ജുദ്. ഓലേക്കാളും തിരക്കിപ്പോ നമുക്കുണ്ടാവും. ഞാൻ എന്തെങ്കിലും ആക്കി പറയില്ല, തലേക്ക് ഇത് കയറിയാലേ നിസ്കാരം ഒഴിവാക്കൂല, തഹജ്ജുദ് ഒഴിവാക്കൂല. നമ്മൾ ഓലെ അനുയായികളെന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കളിക്കാന്നല്ലാതെ എത്ര ആൾക്കാരാ നിസ്കാരം വൈകിട്ട് പ്രകടനം നടത്തുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളി രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നിയമ ഭേദഗതിക്ക് വേണ്ടിയിട്ട്
ഇതിനൊക്കെ ഇങ്ങനെ പ്രകടനം നടത്തും. അസ്ർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, മഗ്‌രിബ് നിസ്കരിക്കാനുള്ള തീരുമാനം ഉണ്ടാവില്ല. ഇവരെ അനുയായികളാണ് നമ്മള്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പറയല്ല. നിസ്കാരത്തിന് ചൂടില്ലാതെ എങ്ങനെ പ്രകടനം നടത്തിയിട്ടും കാര്യമില്ല. ആരും നമ്മളെ സഹായിക്കൂല. അല്ല നമ്മളെ കൂടെ അല്ലാതെ പിന്നെ ആരത് സഹായിക്കാൻ? അപ്പൊ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിസ്കാരം ഒഴിവാക്കി ഈ ഉമ്മത്തിൽ അവന് മെമ്പർഷിപ്പ് വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ലിവാഉൽ ഇസ്ലാം അസ്സല, ഇസ്ലാമിനൊരു പതാക ഉണ്ട്, അത് നിസ്കാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. പതാക കീറിയ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. ആർക്കാ അറിയാത്തത്? ഒരു പാർട്ടിന്റെ പതാക കണ്ട് കീറിയാൽ മെമ്പർഷിപ്പ് പോവും. ഈ പാർട്ടിന്റെ പതാക നിസ്കാരാണ്, അത് കീറിയാൽ മെമ്പർഷിപ്പ് പോവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരത്തിന്റെ ഒരു ചൂട് തലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവൻ നിലനിൽക്കുന്ന സമയത്ത് ഫർള് ഖളാ ആവുന്ന ദുരന്തത്തിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. അള്ളാഹുവേ, മരണം വരെ ഫർളായ നിസ്കാരം ഖളാക്കുന്ന അപകടത്തിൽ നിന്ന്, അപജയത്തിൽ നിന്ന്, അപായത്തിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, ദൗർഭാഗ്യത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നിസ്കരിക്കാത്ത തലമുറയെ നൽകല്ല അല്ലാ. അള്ളാഹുവേ, നിസ്കാരത്തിന്റെ അഭിരുചിയും രസവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ, റാഹത്തുള്ള രസമുള്ള സുജൂദുകൾക്ക് ഭാഗ്യവും ആയുസ്സും നൽകണേ അല്ലാ. അള്ളാഹുവേ, കൊലമരത്തിന്റെ അടിയിൽ വെച്ച്, കഴുമരത്തിന്റെ താഴെ വെച്ച് അന്ത്യാഭിലാഷം ചോദിച്ചപ്പോൾ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്കും നീ നിസ്കാരത്തിന്റെ തീച്ചൂടും അതിന്റെ രസവും നൽകണേ അല്ലാ. ആരോഗ്യമുണ്ടായി നിസ്കാരം ഖളായി ഈമാനില്ലാതെ മരിച്ചു പോകുന്ന ഗതികേട് നൽകല്ല അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ അഭിവൃദ്ധി നൽകണയല്ല, ഐശ്വര്യം നൽകണയല്ല, ക്ഷേമം നൽകണയല്ല, സമാധാനം നൽകണയല്ല, സന്തോഷം നൽകണയല്ല, ആശ്വാസം നൽകണയല്ല, മനക്കരുത്ത് നൽകണയല്ല, സമാധാനം നൽകണയല്ല, ശരീരത്തിന് ആരോഗ്യം നൽകണയല്ല, ആത്മാവിന് ഈമാനികമായ ഹെൽത്ത് നൽകണയല്ലോ. അല്ലാഹുവേ, അതിന് തടസ്സമായ ചിന്തകളിൽ നിന്ന്, അതിന് തടസ്സമായ ടെൻഷനുകളിൽ നിന്ന്, അതിന് തടസ്സമായ അസ്വസ്ഥതകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. റഹ്മാനേ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. ഈമാന് നഷ്ടപ്പെടുന്ന അഭിവൃദ്ധിയും നൽകല്ല അല്ലാ. ഹലാലായ സമ്പൽ സമൃദ്ധി നല്ലകൾക്ക് വേണ്ടി നീ നൽകണേ അല്ലാ. സ്വന്തം കാലിൽ പിടിച്ചു നിൽക്കാനും പാവങ്ങളെ സഹായിക്കാനും നല്ല സംരംഭങ്ങളിൽ സമർപ്പിക്കാനും ഹലാലായ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാ. ഹലാലായ സമ്പൽ സമൃദ്ധി നൽകണേ അല്ലാ. ഹറാമായ സമ്പത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കൃഷിയിടങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അധ്വാനത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ അല്ലാ. അല്ലാഹുവേ, ദീനിനു വേണ്ടി സഹായിക്കുന്ന, ദഅവത്തിന് വേണ്ടി താങ്ങും തണലുമാകുന്ന ഒരുപാട് മുഹിബ്ബീങ്ങളുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും സമയങ്ങളിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബത്തിൽ, ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, രാവിലെ തന്നെ നിന്റെ ഖുർആനും ദീനിന്റെ നിയമങ്ങളും അറിയാൻ ദൂരെ നിന്നും അടുത്തു നിന്നുമായി ആവേശത്തോടെ വരുന്ന ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഈ സദസ്സിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാവരെയും ഇതിന് പകരമായി സ്വർഗീയ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ സംഘടിപ്പിക്കണേ അല്ലാ. നിന്റെ ലിഖായിന് അവസരം നൽകണേ അല്ലാ. ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെങ്കിലെയോ കത്തിക്കാളുന്ന ബീഭത്സകമായ നാരകീയ ജ്വാലയിൽ ഒരു സെക്കൻഡും വെണ്ണീറാക്കല്ല അല്ലാ. കത്തിക്കരിക്കുന്ന ദൗർഭാഗ്യം ഖളാ ചെയ്യല്ല അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين
സയ്യിദ് ഉമർലി ശിഹാബ് തങ്ങൾക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഹൈദർലി ശിഹാബ് തങ്ങൾക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ബാഫഖി തങ്ങൾക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പൂക്കോയ തങ്ങൾക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. മരക്കാർ ഉസ്താദിന്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയിൽ നേരത്തെ ഒരുപാട് സേവനം ചെയ്ത് ഖബറിൽ കിടക്കുന്ന ആലിമീങ്ങളുണ്ട്. അവർക്ക് മുഴുവനും നീ ഖബറുകൾ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പാവങ്ങളായ ഞങ്ങൾ ഖബറിലേക്ക് വരുമ്പോ ഞങ്ങളെ നീയും സ്വീകരിക്കണേ അല്ലാഹ്. ഗൈബത്ത് നമീമത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ചിത്രതയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഈ ഉമ്മത്തിനെ കഷ്ടമാക്കുന്ന ദൗർഭാഗ്യം ഞങ്ങൾക്ക് വിധിക്കല്ല അല്ലാഹ്. മുസ്ലിമീങ്ങളെ ഒറ്റക്കെട്ടാക്കണേ അല്ലാഹ്. ഉലമായിനെ ഒറ്റക്കെട്ടാക്കണേ അല്ലാഹ്. എല്ലാവരും ഒരു വേദിയിലിരുന്ന് കണ്ടുകൊണ്ടല്ലാതെ മരിപ്പിക്കല്ല അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه يا رب العالمين. اللهم انصر حزب الفلسطين واهلك جيش الإسرائيليين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين. ഇന്ന് നമ്മളെ സേവന ഭാരത്തിന്റെ ഒരു ഭാഗം കൂടി ഉണ്ട്. കുറച്ചും കൂടി സ്ഥലം വൃത്തിയാക്കാണ്ട് പറ്റുന്നവർക്കൊന്ന് പങ്കെടുക്കും. പള്ളിക്കാട് നമുക്ക് പോയി കിടക്കാനുള്ള സ്ഥലമല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.